2010 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഫുൾ കവർ ഇൻഷൂർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 40,000 കിലോമീറ്റർ ഓട്ടം. വെറും 40,000. ഓക്കെ. ഇത് 85 രൂപ കൊടുക്കും. വെറും 85,000. വെറും 85,000. ലോൺ കിട്ടൂലല്ലോ? ലോൺ കിട്ടും. റെഡി ക്യാഷ്. പേപ്പർ എല്ലാം ഉണ്ട്. ഇത് ആർക്കെ പഠിച്ചണമെന്നുണ്ടെങ്കിൽ പഠിത്തം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ, നമ്മൾ തിരിച്ചിങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ബ്ലാക്ക് ആൾട്ടോ. മോഡൽ എത്രത്? 2011. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഓക്കെ. നമ്പർ ആയ വണ്ടി. ഓണർഷിപ്പോ 3. ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് 4,80,000. 4,80,000. എത്ര ലോൺ കയറും? ലോൺ ഒരു 3.5 ലക്ഷം രൂപ. അപ്പൊ ചെറിയൊരു തുക കാണിക്കുകയാണെങ്കിൽ ചെറിയ തുക കാണിക്കാൻ വണ്ടി ഉണ്ടാവും. 9.45 ചോദ്യമാണ്. ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. 20 മുകളിൽ മൈലേജിന് 1.5. 20ന്റെ മേലെ മൈലേജ് കിട്ടും. ഇത് 5,60,000. 5,60,000. എന്തെങ്കിലുമൊക്കെ മൈനസ് ചെയ്ത് കൊടുക്കും. ഫുള്ള് ലോൺ കയറും. ഫുള്ള് ലോണും കയറും. 1 രൂപ പോലും മുടക്കാതെ ബ്രസ് സ്വന്തമാക്കാം. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു ത്രില്ലിംഗ് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു OP കാർസ് കൊണ്ടോട്ടിയിൽ കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പറ്റിയ എല്ലാ വാഹനങ്ങളും ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ. പ്രീമിയം മുതൽ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളുണ്ട്. 7ഓളം ആൾട്ടകളുണ്ട്. അതുപോലെ തന്നെ എത്തിയോസ്, ഇന്നോവ, അതുപോലെ തന്നെ ചെറിയ പ്രൈസിന് ഏകദേശം 9.25 ലക്ഷം റുപ്യക്കൊക്കെ ഡീസലിൽ ഏകദേശം 20 മുകളിൽ മൈലേജ് കിട്ടുന്ന കിയ സോണറ്റ് ഞങ്ങൾക്ക് തരാം. അതും ബ്ലാക്ക് കളർ ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന 22 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതാ അത് മാത്രമല്ല വെറും 5.25 ലക്ഷം റുപ്യക്ക് നല്ല ഫാൻസി നമ്പറുള്ള ബ്രസ്സൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രൈസിന് 5 ലക്ഷത്തിന് താഴെ നമുക്ക് ഇന്നോവകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറുവണ്ടികൾ നമുക്ക് ഈ നേരെ ഫുള്ള് ചെറുവണ്ടികളാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അസ്സലാമലൈക്കും, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്താ വർത്താനം? സുഖല്ലേ? നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഉഷാറല്ലോ. ഓക്കെ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു വണ്ടി ഇല്ല കേട്ടോ. അതാണ് വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് സെയിൽ നടക്കുകയാണ്. ഒക്കെ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രേക്ഷകർക്ക് നന്ദി കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ആൾട്ടോ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെ പ്രേക്ഷകർക്ക് ഇന്ന് കാഴ്ച വെക്കാൻ പോകുന്നത്. എത്ര വണ്ടികളുടെ ഇപ്പൊ ഏകദേശം സ്റ്റോക്ക്? ഇനി വരാണ്ടോ? കിടക്കണ്ടല്ലോ. പിന്നെ അത് മാത്രല്ല എല്ലാ വാഹനങ്ങളും ചെറിയ ബഡ്ജറ്റുകൾ വണ്ടികൾ പല പല ജാതിയിലുള്ള സ്വിഫ്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് സ്വിഫ്റ്റ് ഉണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ ഡീസൽ വാഹനങ്ങൾ മൈലേജ് നോക്കുന്നവർക്ക് അതിന്റെ സെക്ഷനുള്ള വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുത്താണ്. കൊണ്ടോട്ടി മാന്തി ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ ഓയിലിന്റെ പമ്പിന്റെ നേരെ എതിർവശം. കൊണ്ടോട്ടി ടൗണിൽ തന്നെ. കൊണ്ടോട്ടി ടൗണിൽ മെഹന്തി ഓഡിറ്റോറിയത്തിന്റെ തൊട്ട് സൈഡ്. നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പൊ മനസ്സിലാവും വിലക്ക് എങ്ങനെയുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആയിട്ട് കിയയുടെ സോണറ്റിനെ പരിചയപ്പെടാം അല്ലേ. ഇത് മോഡൽ എത്രയാണ്? 2022 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 31 കിലോമീറ്റർ. അത് പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഇതൊരു ഓഫർ പ്രൈസ് വാഹനമാണ്. ഇത് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ. ടയർ ഏകദേശം ഒരു എത്ര ശതമാനം വരുന്നുണ്ട്? 60% ഏകദേശം വരുന്ന ടയറാണ്. അതുപോലെ തന്നെ അലോയിഡ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ബ്ലാക്ക്. അതിൽ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഇൻഫോടൈം സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. എന്താണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ? എന്താണ് ആൾക്കാർ തെറ്റിപ്പിരിഞ്ഞു പോയത്? അതന്നെ നമ്മളെ ആവശ്യം. ചെറിയൊരു നമ്മളെ വിജയം. ചെറിയൊരു തട്ടുണ്ട്. ചെറിയൊരു ക്ലെയിം വാങ്ങി. ഒരു ക്ലെയിം അതുകൊണ്ടാണ് പ്രൈസിൽ കുറച്ച് കൊടുക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്ത്യർ ആണ്. പുത്തൻ പുതിയ വാഹനം. ഏകദേശം 4 എയർ ബാഗ് വരുന്ന വാഹനമാണ്. പുത്തൻ പുതിയ വാഹനം ഷോറൂമിൽ ഇറക്കുന്ന കണ്ടീഷനിൽ ഇറക്കാം. എത്ര കൊടുക്കാം ലാസ്റ്റ്? ഇത് നമുക്ക് 9.25 ചോദ്യമാണ്. ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. 20 മുകളിൽ മൈലേജിന് 1.5. 20ന്റെ മേലെ മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല വാഹനമാണ്. ഫുൾ ലോണും കൊടുത്തൂടെ? ഫുൾ ലോണും കൊടുക്കാം. 1 രൂപ പോലും മുടക്കാതെ ഫുൾ ലോൺ കൊടുക്കുക. ഏകദേശം 10 ലക്ഷം രൂപ ഐ ഡി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ആൾട്രോസ് പരിചയപ്പെടാം അല്ലെ. മോഡൽ എത്ര? ഇത് അധികം ഷോറൂമിൽ കാണാത്തൊരു വണ്ടിയാണ്. 2022 ഡീസലാ. ഇത് എടുത്തോലും പിന്നെ കൊടുക്കൂല. 22 മൈലേജ് അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ്. ഇപ്പൊ തട്ടിയാലൊന്നും ഒരു പ്രശ്നമല്ല. ടാറ്റ. ഓക്കെ. അതുപോലെ തന്നെ മോഡൽ 2022 അല്ലേ? 2022. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. കിലോമീറ്റർ 53. ഡീസൽ. ഓക്കെ. എത്ര മൈലേജ്? 20ന്റെ മുകളിൽ കിട്ടും. 20ന്റെ മേലെ മൈലേജ്. 22 മൈലേജ് കിട്ടും. ഓക്കെ.
മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടിയാണ്. സേഫ്റ്റി നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ്. ലോ മെയിൻ്റെനൻസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് ചോദ്യമാണ് 5.25 ലക്ഷം രൂപ ആസ്കിംഗ് ആണ്. എന്തെങ്കിലും മൈനസ് ചെയ്ത് ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണ്. എന്തെങ്കിലും റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതൊരു ബമ്പർ ചെറിയ ചേഞ്ച് ആക്കിയത് ബമ്പർ റീപ്ലേസ് ഉണ്ടല്ലോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഫുള്ള് ലോൺ ഫുള്ള് ലോൺ കൊടുക്കാണെങ്കിൽ വിലനിലേറെ വേണേ ലോൺ വേറെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഈ വണ്ടി എടുക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ ആ ഒരു സ്കീമുള്ള വണ്ടിയാണ്. അതാണ് അതിനുള്ള പ്രത്യേകത. അടുത്ത നമുക്ക് ബ്രസ പരിചയപ്പെടാം. ഓഫർ ബ്രസ എത്രയാണ് മോഡല്? 2016 മോഡല്. ഓണർഷിപ്പോ സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയുണ്ട്? 88 കിലോമീറ്റർ. 88,000. പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി കമ്പനി ചെറിയ തട്ടുണ്ട് ഇതിന്. തട്ടുണ്ടല്ലേ? ഓക്കെ. ചെറിയ കവള് തട്ടി. ഈ കവളും ആ കവളും തട്ടി. ഈ കവളും ആ കവളും തട്ടിയ വാഹനമാണ്. VDI ആണ് ഓപ്ഷൻ. ഡീസൽ മാനുവൽ ആണല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ. റീപ്ലേസ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എത്ര ചോദിക്കണേ? ഇത് 5,60,000. എന്തെങ്കിലുമൊക്കെ മൈനസ് ചെയ്ത് കൊടുക്കും. ഫുള്ള് ലോൺ കയറും. ഒരു രൂപ പോലും മുടക്കാതെ ബ്രസ് സ്വന്തമാക്കാം. ചെറിയ ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാം. മോഡൽ എത്രയാണ്? ഇത് 2019. ലേഡീസിനൊക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി കേട്ടോ. 2019 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. AMT സെക്കൻഡ് ആണ്. എത്ര കിലോമീറ്റർ നിലവിലൂടെയാണ്? ഇത് 85 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ട്. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? VXI ഓപ്ഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, എയർ ബാഗും വരും. ഇതൊരു പ്രത്യേകത നമ്പറായ വണ്ടി കേട്ടോ. കേരളത്തിലേക്ക് നമ്പർ ആക്കി കൊടുത്തൂടെ? അതാണ് നമുക്ക് 5,60,000 കൊടുക്കാം. 5,60,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് അല്ലേ? നമ്പർ ആയ അടിപൊളി. ചെറിയത് എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. പെട്രോൾ വാഹനമാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എത്തിയോസ് 2 ലിവകളുടെ ഒരു ക്രോസും ഒരു ലിവ്. ഇത് എത്ര മോഡല്? 2018 ഒറിജിനൽ കേരള 18 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. നിലവിൽ എത്ര ഓടിയുണ്ട്? 1 ലക്ഷം കിലോ. ആ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. സെക്കൻഡ് ഓണർ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 6.25. ലോൺ കിട്ടും ഇതിന്? ഏകദേശം എത്ര ഡൗൺ? 5.5 രൂപ ലോണും കിട്ടും. 5.5 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ. ഡീസൽ അത്യാവശ്യം 20-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന റീപ്ലേസ് ഇല്ലാത്ത. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് എത്തിയോസ് ക്രോസ് പരിചയപ്പെടാത്ത. എത്ര മോഡൽ ഡീറ്റെയിലും? 2014 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4.60 കേട്ടോ. മാക്സിമം ലോൺ കിട്ടൂലേ? ഡീസലാണ്. മാക്സിമം ലോൺ കിട്ടും. 4,60,000 രൂപയ്ക്ക് എത്തിയോസ് ക്രോസ്. നല്ല റേറ്റ് ആണ് അല്ലേ? ഓക്കെ. കിലോമീറ്റർ നിലവിൽ എത്ര ഓടിയുണ്ട്? 1 ലക്ഷം ഓടിയുണ്ട് അല്ലേ? ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. പക്കാ കേരള. ഓക്കെ. വന്ന എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. പുതിയ വണ്ടി ഷോറൂം നടക്കുന്ന കണ്ടീഷനിൽ എല്ലാ പണിയും കഴിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് 5 ലക്ഷം രൂപയുടെ താഴെ ഒരു ഇന്നോവ പരിചയപ്പെടാം. മോഡൽ എത്ര? 2010 മോഡൽ. ഓണർഷിപ്പ് 4. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 260. അതർ സ്റ്റേറ്റ് വാങ്ങനല്ലേ? കേരളത്തിലേക്ക് നമ്പർ ആയതുകൊണ്ട്. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് കൊടുത്തൂടെ? G4 ആണല്ലോ ഓപ്ഷൻ. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ തന്നെയാണ്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നത്. AC ഒക്കെ എങ്ങനെയാണ് കണ്ടീഷൻ? പക്ക കൂളിംഗ് ആണല്ലേ? ഓക്കെ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് 4,80,000. എത്ര ലോൺ കയറും? 3.5 ലക്ഷം രൂപ. അപ്പൊ ചെറിയൊരു തുക കാണിക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ടുപോകല്ലേ? ഓക്കെ. മാക്സിമം ലോൺ ലഭിക്കുന്ന നമ്പറായ വാഹനമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മോഡൽ കൂടി ഇന്നോ പരിചയപ്പെടാതെ. എത്ര മോഡല്? 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ. ഓക്കെ. നമ്പറായ വണ്ടി. ഓണർഷിപ്പോ 3. കിലോമീറ്ററോ? 1.60,000. 7 സീറ്റർ. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? 14-15 ആകുമ്പോൾ കുറച്ച് മോഡൽ കൂടിയതാകുമ്പോ ഇന്റർകൂളർ. ഓക്കെ.
ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. സിസ്റ്റം വെച്ചിട്ടില്ല, പൈനിയറിന്റെ സെറ്റ് ഒക്കെ വെച്ചിട്ടില്ലേ? ഓക്കെ. അതുപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് ആസ്കിണ് ഇനി? ഇത് 8.5 ചോദ്യം. 8.5 ലക്ഷം റുപ്യ. ഏകദേശം എത്ര ലോൺ ചെയ്യാം? 6 രൂപ ലോൺ കിട്ടും. 6 ലക്ഷം രൂപയിൽ ലോൺ കിട്ടുന്ന വണ്ടിയാണല്ലേ? ഓക്കെ. മാക്സിമം ലോൺ കിട്ടുന്ന ഇന്നോവയാണ്, വൈറ്റ് കളറുമാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വാഗണർ പരിചയപ്പെടാം. എത്രയാണ് മോഡല്? ഇത് 17 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് 45. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ബോണറ്റ് മാറ്റിട്ടുണ്ട്. മേജർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവർ, ഹാൻഡ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? VXI ആയതുകൊണ്ട് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? VXI ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എത്രയാണ് ആസ്കിണ്? ഇത് 4.45. 4,45,000. ഏകദേശം എത്ര ലോൺ ചെയ്യാം? 3.5 ലോണും ചെയ്യാം. 3.25 ലക്ഷം രൂപ വരെ ലോണും കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഓക്കെ. ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആൾട്ടോന്റെ സെക്ഷനിലേക്ക് കടക്കാം. അതിന് മുന്നേ ചെറിയൊരു സെഡാൻ വാഹനം കാണിക്കാം. ഇത് എത്ര മോഡല്? 2016 മോഡൽ. 16 മോഡല്. ഓണർഷിപ്പോ? തേർഡില്. അതർ സൈറ്റ് ആണോ? 16 മോഡല്, തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.35. ജെനുവിൻ ആണോ? ജെനുവാണ്. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? നമ്പറായ വണ്ടികളല്ലേ, ജെനു ആണെന്നുള്ളത്. റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. 2015 അല്ലേ? 16 മോഡൽ. ഓക്കെ. അത്യാവശ്യം മോശമില്ലാത്തൊരു വണ്ടിയാണ്. ഡീസൽ അല്ലേ? ഡീസൽ ആകുമ്പോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും? മൈലേജ് കിട്ടില്ല, 10 രൂപ കിട്ടില്ലേ? 20ന്റെ മുകളിൽ കിട്ടും. കാരണം നിസാൻ സണ്ണിയാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു അച്ഛ വണ്ടി. എത്രയാണ് ചോദിക്കണേ? 390. നമ്പർ ആക്കിയിട്ട് എത്ര ലോൺ കിട്ടും? 3.5 ലോണും കിട്ടും. 3.5 ലക്ഷം രൂപയുടെ ലോൺ കിട്ടും. ഓക്കെ. ധൈര്യമായിട്ട് കൊടുത്തൂടെ? അപ്പൊ അടുത്തായിട്ട് നമുക്ക് ആൾട്ടോന്റെ സെക്ഷനിലേക്ക് കടക്കാം. ആദ്യം നേരെ ബ്ലാക്ക് ആൾട്ടോ. മോഡൽ എത്രയാണ്? ഇത് 2011 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 80 ഓടിയുണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റോ ഒന്നുമില്ല? ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ അത് ഡാഷ്ബോർഡ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ചെറുപ്പക്കാർ കുണ്ടന്മാരെ വണ്ടികളല്ലേ ഇതൊക്കെ? ചെറുപ്പക്കാരെ വണ്ടികളാണ്. അതൊക്കെ അത്യാവശ്യം പൊളിച്ച് അടിപൊളി മോഡിഫൈ ചെയ്ത് നടന്നിട്ടുണ്ടാവില്ലേ? അടിച്ചു പൊളിച്ച് നടക്കാനുള്ളല്ലേ? അതെ. എത്ര ആസ്കിന്? 1.45. ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? ഇതിന്മേലെ 1 രൂപ ലോൺ കിട്ടും. 1 രൂപ ലോൺ കിട്ടും. 45,000 രൂപയുടെ ആൾട്ടോ കൊണ്ടുപോകാം. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ആൾട്ടോ. മോഡൽ എത്ര? ഇത് 2010 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ഫുൾ കവർ ഇൻഷൂർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 40,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. വെറും 40,000. ഓക്കെ. 40,000 കിലോമീറ്റർ ഓടിയ ആൾട്ടോ. ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ഇതൊന്നും അങ്ങനെ തെരഞ്ഞെടുത്താൽ കിട്ടൂലേ? അതെ. ഇത് ഇത്ര കൊണ്ടുനടന്നോനെന്തേലും നാമ കൊടുക്കണം. പറ്റാതെ കൊടുക്കണം. ഓക്കെ. ഇന്ത്യയിൽ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം മോശമല്ലാത്തൊരു ഇന്ത്യയിൽ ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. എത്ര നമ്മൾ കൊടുത്ത ഒഴിവാക്കാണ് 1,40,000 രൂപക്കാണ് കൊടുക്കും. 1,40,000 രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഒരു 90 രൂപ ലോൺ കിട്ടും. 90,000 രൂപ ലോൺ ഉണ്ടല്ലേ? ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ മുടക്കി മുതൽ കൊണ്ടുപോകാം. അടുത്തായിട്ട് അത്യാവശ്യം ബോഡി ഷേപ്പ് ഉള്ള ഒരു വണ്ടി. മോഡൽ എത്ര? ഇത് മോഡൽ 2003 15ന്റെ ലുക്കാണിത്. അതെ. ബോഡി ഷേപ്പ് ഉണ്ട്. ഓക്കെ. തേർഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 90. ജെനുവിൻ ആണോ? അതിപ്പോ നോക്കിയിട്ട് വണ്ടി വരും. പഴയ വണ്ടിയല്ലേ? വയതല്ലേ, ജെനു ആണോന്ന് നമുക്ക് ഉറപ്പില്ല. എഞ്ചിൻ ബാഗ് കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ. എഞ്ചിൻ ബാഗ് എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ എഞ്ചിൻ. ഇന്റീരിയർ ഭാഗമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഫാമിലി ഉപയോഗിച്ചൊരു വാഹനം കൂടിയാണ് കേട്ടോ. AC ഒക്കെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന AC ആണ്. എത്രയാണ് ആസ്കിന്? ഇത് 85 രൂപ കൊടുക്കും. ഒരു 85,000. ലോൺ കിട്ടൂലല്ലോ? റെഡി ക്യാഷ്. പേപ്പർ എല്ലാം ക്ലിയർ. പിന്നെ ചെറുവിലക്ക് മാരുതികളുണ്ട്. ഇത് ആർക്കെ പഠിച്ചണമെന്നുണ്ടെങ്കിൽ പഠിത്തം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ, നമ്മൾ തിരിച്ചിങ്ങോട്ട് എടുക്കും. ഇപ്പൊ നമ്മളൊരു 30 രൂപ കൊടുക്കും. 30 രൂപ കൊടുക്കാം. ഇത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പഠിച്ചാലല്ലേ. 30 രൂപ കൊടുക്കാം. 30 രൂപ കൊടുക്കും. പഠിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്നോട്ടെ, നമ്മളെ എടുക്കും. അതെ. അടുത്തായിട്ട് നീല മോഡിഫൈ ചെയ്യാനൊക്കെ എടുക്കാം. അത്യാവശ്യം മറ്റേ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാം. കുറച്ച് പണികൾ ഉണ്ട് വണ്ടിമേ, ചെയ്താൽ ഉഷാറാവും അല്ലേ? പിന്നെ എഞ്ചിൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കാർബറേറ്റർ എഞ്ചിനാണ്. അടുത്തായിട്ട് നീല മോഡൽ എത്ര? ഇത് 2006 മോഡൽ. അപ്പൊ മോഡൽ കൂടിയ വണ്ടി. MPFI ആണിത്. MPFI എഞ്ചിനാണ്. ഈ എഞ്ചിന് കുറച്ച് ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ.
കിലോമീറ്ററോ? കിലോമീറ്റർ എത്രയാന്നുള്ള അറിയില്ല. ഓക്കെ. റീപ്ലേസ് ചെറിയ സാധനല്ലേ, ഒരു റീപ്ലേസും ഇല്ല. ഇല്ലല്ലേ? ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആറിന്റെ ഒരു ക്വാളിറ്റി അല്ലേ? എത്ര ആസ്കിയാണ് ഇത്? 55 രൂപ. അതിൽ ഇൻഷുർ നമ്മൾ അടച്ചു കൊടുക്കും. നല്ല കഴിഞ്ഞു. 55 രൂപ നല്ലൊരു വിലയാണ്. കാരണം MPF എഞ്ചിന് അത്യാവശ്യം ഡിമാൻഡുള്ള മാർക്കറ്റിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഇയോൺ പരിചയപ്പെടാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയോൺ അല്ലേ? ഇത് മോഡൽ എത്രയാണ്? 2018 മോഡൽ. ഓണർഷിപ്പോ? 3. തേർഡ് ഓണർ. എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയുണ്ട്? ഇത് 88,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. അല്ലേ? ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ മോശമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഇന്റീരിയർ ആണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് ഒന്നും വരില്ല കേട്ടോ. 2 ഡോർ പവർ വിൻഡോ മാത്രമേ ഉള്ളൂ വരിക. എത്ര ആസ്കിയാണ്? ഇത് 2.5 രൂപ. 2.5 ലക്ഷം രൂപ. ഏകദേശം എത്ര ലോൺ ചെയ്യാം? ഏകദേശം 1.5 ലോണും കിട്ടും. 1.25 ലക്ഷം രൂപ മോഡലില്ലേ? 1.25 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ 1, 2, 3 ആൾ. ഫസ്റ്റ് നമുക്ക് നീല കാണിക്കാം. എത്രയാണ് മോഡല്? 2010 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 4. നാലാമത്തെ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? അത് 1 ചില്ലറ ഓടിയുണ്ട്. 1 ചില്ലറ ഓടിയുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി എടുത്തു നോക്കിയില്ല. എടുത്തു നോക്കേണ്ടി വരും അല്ലേ? ഓക്കെ. അത്യാവശ്യം മോശമില്ലാത്തൊരു വാഹനമാണ് കേട്ടോ. ആൾട്ടോ എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ് കുറഞ്ഞ ഒരു ഫാമിലി വാഹനമാണ്. നമ്മള് ഇന്ത്യയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC ഒക്കെ കൂളിംഗ് അല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. എഞ്ചിനൊക്കെ ഫുൾ കണ്ടീഷൻ. എത്ര കൊടുക്കാം? ഇത് 1.35 നമ്മള് ചോദ്യം. മെക്കാനിക്കൊക്കെ വളരെ ക്ലിയർ അല്ലേ? 1.35 കൊടുക്കാം. 1.35 നമ്മൾ എത്ര ലോൺ ചെയ്യാം? ഇതുമേലെ ഒരു 80 രൂപ ലോൺ കിട്ടും. 80,000 രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആയിട്ട് വൈറ്റ് പരിചയപ്പെടാം. വൈറ്റിന് കുറച്ച് ആരാധകർ കൂടുതലാണ്. മോഡൽ എത്രയാണ്? 2010 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ? ഇത് 90,000. ജെനുവിൻ ആണ്? അത് പറയാൻ പറ്റില്ല അല്ലേ? ടയർ ഏകദേശം ഒരു 50. ഓക്കെ. 4 പുത്തൻ ടയറാണ്. LXI ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC പക്ക കൂളിംഗ്. ധൈര്യമായിട്ട് കൊടുക്കാം. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.25 ചോദ്യം. 1.25 ലക്ഷം രൂപ. ഏകദേശം ലോൺ കിട്ടുമോ? ലോണും കിട്ടും. 70 രൂപ ലോണും കിട്ടും. 70,000 രൂപ വരെ ലോൺ ലഭിക്കൂലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് ബ്ലാക്ക് ആൾട്ടോ ഉണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറി ആണ്. അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ബ്ലാക്ക് ആൾട്ടോ. മോഡൽ എത്ര? 2011 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? കിലോമീറ്റർ 86,000. ഓക്കെ. അതുപോലെ തന്നെ റീപ്ലേസ് ആക്സിഡന്റ് എഞ്ചിന് വരുമായിട്ട് നീറ്റ് അല്ലേ? ധൈര്യമായിട്ട് കൊടുത്തൂടെ? എത്ര കൊടുക്കുക? 1.40 ചോദിക്കുന്നുണ്ട്. 1.40. ഏകദേശം എത്ര ലോൺ ചെയ്യാം? ഇതുപോലെ 1 രൂപ ലോൺ കിട്ടും. 1 ലക്ഷം രൂപ വരെ 1 വരെ ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ചെറുവണ്ടികൾ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമായിരിക്കും. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക കേട്ടോ. മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾ ഏത് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുവരുമോ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. അതിനുള്ള ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. എന്തായാലും അത്യാവശ്യം മോശമില്ലാത്തൊരു വാഹനങ്ങളാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രൈസും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മലയിൽ മീഡിയയിൽ പേര് പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ കുറച്ച് തരുന്നതായിരിക്കും. അപ്പം ലോൺ വേണ്ടവർക്ക് അതിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് എവിടെന്നെങ്കിലും ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.